ഹലോ, ഹായ്. അതെ, ഈ ബിസിനസ്സുകാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ വാശി ഇതൊക്കെ കൊണ്ട് പലപ്പോഴും ചില വ്യക്തികളൊക്കെ കസ്റ്റമേഴ്സ് കടയിൽ വന്നിട്ട് പറയും, ഈ കട ഞാൻ പൂട്ടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും നടത്തുമ്പോൾ ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പല വെല്ലുവിളികളും നടത്തിയിട്ട് പോകും. ഇങ്ങനെ വ്യക്തികളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു സ്ഥാപനം ഇതുപോലെ ഇത്രയധികം ലൈസൻസുകളും സർട്ടിഫിക്കറ്റുകളൊക്കെ കൈകാര്യം ചെയ്ത് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരു സ്ഥാപനം നിർത്തുക, അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ പിറകിൽ ഈ ഓരോ ബിസിനസ്സുകാരും എടുക്കുന്ന എഫേർട്ട് അത്രമാത്രമാണ്. ആ ഓരോ ബിസിനസ്സുകാരും നഷ്ടത്തിലാണ് ബിസിനസ് കൊണ്ടുപോകുന്നതെന്നുണ്ടെന്നെങ്കിലും അത് മുന്നോട്ട് പോകുന്നത് അത് അവരുടെ ഒരു പാഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹവും ഒരു സന്തോഷമൊക്കെയാണ് ഒരു ബിസിനസ് പറയുന്നത്. ആ ഒരു ബിസിനസ്സിനാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു വാശി പുറത്തിൻ്റെ മുകളിൽ അവസാനിപ്പിക്കാൻ നോക്കുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ആരുടേതായാലും പറ്റില്ലേ? ഇപ്പം നമ്മളാണ് നടത്തുന്നതെങ്കിൽ നമുക്കും അറിയാം ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ ചില മിസ്റ്റേക്കുകൾ പറ്റും. പക്ഷെ അപകടകരമല്ലാത്ത മിസ്റ്റേക്കുകളാണെങ്കിൽ അത് അങ്ങോട്ട് പറഞ്ഞു പെരുപ്പിക്കാതിരിക്കുക. ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. പരമാവധി നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ ഷോപ്പിലേക്ക് കയറാതിരിക്കുകയാണ് ബെസ്റ്റ്. അല്ലാതെ അവരുടെ ബിസിനസ് എങ്ങനെ പൂട്ടിക്കാമെന്ന് ചിന്തിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നത് കുറച്ച് സങ്കടകരമായ കാര്യമാണ് കേട്ടോ. അതുപോലെ മറ്റൊരു കേസും കൂടിയുണ്ട്. ചില പിരിവുകാർ കേട്ടോ, അവരുടെ ആ പിരിവ് ചോദിക്കാൻ വരുന്ന വരവ് കണ്ടാൽ തോന്നും നമ്മളുടെ കയ്യിൽ അവർ കാശ് തന്നെ ഏൽപ്പിച്ചിട്ട് അത് ചോദിക്കാനാണ് വരുന്നതെങ്കിൽ. പലപ്പോഴും ചില ബിസിനസ്സുകാർക്ക് ഒരു മാസം അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, സാലറിയും വാടക, കറണ്ട് ബില്ല്, അങ്ങനെ കുറേ ബില്ലുകളും എല്ലാം കൊടുത്ത് ചിലപ്പോൾ ഈ ബിസിനസ്സുകാരൻ്റെ പോക്കറ്റിൽ ചിലപ്പോൾ ഒരു നിസ്സാര പൈസ മാത്രമായിരിക്കും കിട്ടുക. അതിൽ നിന്നും ആണ് ഈ പിരിവുകാരും അങ്ങനെ ഇഷ്ടപ്രകാരം പൈസകൾ ആ ഒരു വഴിക്ക് പോകും. പരസ്യങ്ങൾ ഇത് കൊടുത്തില്ലെങ്കിലോ നമ്മളാണെങ്കിൽ ഏറ്റവും മഹാമോശം ബിസിനസ്സുകാരാവും. അപ്പോൾ പരമാവധി ബിസിനസ്സുകാരെ നിരുത്സാഹപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തരുത്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക, അവരുടെ ജീവിതത്തിൽ കൈ പിടിച്ച് ഉയർത്തുക. ഓക്കെ, താങ്ക് യു.